കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാണ്ഡം 7-ാം സർഗം നമ്മളെവിടെയാണ് എത്തിയത് വെച്ചാൽ ഈ ഹനുമാൻ ആ കപട മുനിയായിട്ടുള്ള കാലനേമിയെ വന്ദിച്ചു. ശരിക്കുള്ള മുനിയാന്നുള്ള നാട്ടത്തിലല്ലേ പോയി അവിടെ ഇരിക്കണത്. രാവണൻ്റെ ആജ്ഞപ്രകാരം മുനിയായിട്ട് ഹനുമാൻ്റെ വഴി വിഘ്നം വരുത്താൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ അയാളെ കണ്ടു. എന്നിട്ട് വേഗം കാലനേമി എന്ന മുനിയോട് പറഞ്ഞു, ഹേ, ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ്, എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ശ്രീരാമൻ്റെ ഒരു കാര്യം സാധിക്കാൻ ഞാൻ പാൽക്കടലിലേക്ക് പോവാൻ പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ദാഹമുണ്ട്. ഹേ ബ്രാഹ്മണ, കുറച്ച് ജലം എവിടെ കിട്ടുക? എനിക്ക് നല്ലോണം കുടിക്കണം, നല്ല ദാഹമുണ്ട്, ധാരാളം വെള്ളം കുടിക്കണം. എവിടെയാണ് ജലം ഉണ്ടാവുക എന്ന് എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞ് അവിടെയാണ് നിർത്തിയത് നമ്മൾ. അപ്പോൾ ഇനി 15, 16, 17 വായിക്കാം. തച്ഛ്രുത്വാ മാരുതേർവാക്യം കാലനേമിസ്തമബ്രവീത് കമണ്ഡലുഗതം തോയം മമത്വം പാതുമർഹസി ഭുക്ഷ്വ ചേമാനി പക്വാനി ഫലാനി തദനന്തരം നിവസ സുഖേനാത്ര നിദ്രാമേഹി ത്വരാസ്തു മാ ഭൂതം ഭവ്യം ഭവിഷ്യം ച ജാനാമി തപസാ സ്വയം ഉത്ഥിതോ ലക്ഷ്മണ സർവേ വാനരാ രാമവീക്ഷിതാഃ. എന്താ പറയണ കാലനേമി? അതോ മാരുദേഹേ തദ്വാക്യം ശ്രുത്വ, അതായത് ഹനുമാൻ്റെ ഈ വാക്കുകളെ കേട്ടിട്ട് കാലനേമി തം അബ്രവീത്, കാലനേമി ഹനുമാനോട് പറഞ്ഞു. എന്താ പറഞ്ഞ? മമ കമണ്ഡലുഗതം തോയം, എൻ്റെ കമണ്ഡലൂത്തെ വെള്ളത്തെ, കമണ്ഡലുവിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളത്തെ പാതും ത്വം അഹസി, അങ്ങ് കുടിച്ചോളൂ, കുടിക്കാൻ അർഹനാണ് പറഞ്ഞാൽ കുടിച്ചോളൂ. ഇമാനി പക്വാനി ഫലാനി ച ഭുങ്ക്ഷ്വ, ഈ നല്ല പാകം വന്ന ഈ പഴങ്ങളും കഴിച്ചാലും. ഭുജ്വ പറഞ്ഞല്ലോ, അല്ല ഭുങ്ക്ഷ്വ എന്ന് പറഞ്ഞു. ഇമാനി പക്വാനി ഫലാനി ച ഭുങ്ക്ഷ്വ, ഈ പഴുത്ത ഫലങ്ങളും ഭക്ഷിച്ചോളൂ. തദനന്തരം, അതിനുശേഷം സുഖേന അത്ര നിവസസ, സുഖമായിട്ട് ഇവിടെ താമസിച്ചോളൂ. നിദ്രാമേഹി, നല്ലോണം ഉറങ്ങിക്കോളൂ. ഗന്തും ത്വരാമാസ്തു, എന്താ ഇപ്പം പോവാൻ ബദ്ധപ്പാടൊന്നുമില്ല പോവാൻ. ഭൂതം കഴിഞ്ഞതും ഭവ്യം ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഭവിഷ്യം വരാൻ പോണതും, അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ തപസാ സ്വയം ജാനാമി, എനിക്ക് എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ടേ, തപസ് കൊണ്ടുള്ള ദിവ്യദൃഷ്ടി കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ധൃതിയില്ല പോവാൻ. എന്താ കാരണം അറിയോ? ലക്ഷ്മണ സർവേ വാനരാഹ, ലക്ഷ്മണനും കൊല്ലപ്പെട്ട എല്ലാ വാനരന്മാരും രാമവീക്ഷിതാഹ ഉത്ഥിത, രാമൻ്റെ വീക്ഷണം കൊണ്ട്, രാമനൊന്ന് നോക്കിയപ്പോൾ രാമൻ്റെ വീക്ഷണം കൊണ്ട് ഉത്ഥാനം ചെയ്തു. ഉത്ഥിത മീൻസ് നീട്ടു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ധൃതിയൊന്നുമില്ല മരുന്ന് കൊണ്ടുപോകാൻ, വെറുതെ പറയണ. എന്താ പറഞ്ഞ? ഹനുമാൻ്റെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഇന്നാളെന്നൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ കാലനേമി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കമണ്ഡലൂരിലുള്ള ജലം അങ്ങ് കുടിച്ചോളൂ. അതിനുശേഷം ധാരാളം എൻ്റെ അടുത്ത് ധാരാളം പഴുത്ത പഴങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം കഴിച്ചോളൂ. എന്നിട്ട് ഇവിടെ സുഖമായിട്ട് കുറച്ച് നേരം വിശ്രമിച്ച് രാത്രി ഉറങ്ങി പതുക്കെ പോയാൽ മതി. ഇനി ബന്ധപ്പെടുന്നു വേണ്ട പോവാൻ. എന്താ വെച്ചാൽ എൻ്റെ തപശക്തി കൊണ്ട്, എനിക്ക് ദിവ്യദൃഷ്ടി കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്താ, ശ്രീരാമൻ്റെ കടാക്ഷത്തിൻ്റെ വൈഭവം കൊണ്ട് ലക്ഷ്മണനും മറ്റ് സർവ്വവാനരന്മാരും ബോധം തെളിഞ്ഞ് ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വെറുതെ നോണ. തച്ഛ്രുത്വാ മാരുതേർവാക്യം കാലനേമിസ്തമബ്രവീത് കമണ്ഡലുഗതം തോയം മമത്വം പാതുമർഹസി ഭുങ്ക്ഷ്വ ചേമാനി പക്വാനി ഫലാനി തദനന്തരം നിവസസ്വ, ധാരാളം താമസിച്ചോളുന്ന, സുഖേനാത്ര, സുഖമായി താമസിക്കാൻ. നിദ്രാമേഹി ത്വരാസ്തുമാ, ഉറങ്ങിക്കോളൂ, പോവാൻ ബന്ധപ്പെടണ്ട. ഭൂതം ഭവ്യം ഭവിഷ്യം ച ജാനാമി തപസാ സ്വയം
ഉത്ഥിതോ ലക്ഷ്മണ സർവേ വാനര രാമവീക്ഷിത. രാമവീക്ഷണ പ്രഭാവം കൊണ്ട് അവർ നീറ്റിരിക്കണു. ഇനി 18. തശ്രുത്വാ ഹനുമാനാഹ കമണ്ഡുലജലേന മേ ന ശാമ്യത്യധികാ തൃഷ്ണ തഥോ ദർശയ മേ ജലം. അത് കേട്ടിട്ട് തശ്രുത്വ, അത് കേട്ടിട്ട് ഹനുമാൻ ഹനുമാൻ പറഞ്ഞു, മേ അധിക തൃഷ്ണ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. ഇത്രയൊന്നും പോരാ വെള്ളം എന്ന് പറയുകയാണ്. അതായത് കമണ്ടലൂരത്തെ വെള്ളം കുടിച്ചോളൂ പറഞ്ഞാൽ കുറച്ചല്ലേ കമണ്ടലൂർ കൊള്ളുള്ളൂ. അപ്പോൾ പറഞ്ഞു, മേ അധിക തൃഷ്ണ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. കമണ്ടലു ജലേന, കമണ്ടലൂരിലുള്ള ജലം കൊണ്ട് എന്ന ശാമ്യതി, എൻ്റെ ദാഹമൊന്നും ശമിക്കാനുള്ള വെള്ളം കമണ്ടലൂരിലില്ല, അത്രയൊന്നും പോരാ എനിക്ക്. തതഹ മേ ജലം ദർശയ, വേറെ എവിടെ വെച്ചാൽ എനിക്ക് ജലാശയം കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഹനുമാൻ എന്താ പറഞ്ഞാൽ, എനിക്ക് ഇത്രയൊന്നും പോരാ വെള്ളം, ഈ കമണ്ടലൂർ ജലമൊന്നും കുടിച്ചാൽ എൻ്റെ അത്ര ദാഹമുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് ഈ വെള്ളമൊന്നും കുടിച്ചാൽ പോരാ, എവിടെയാണ് ധാരാളം ജലമുള്ള ഒരു ജലാശയം എനിക്ക് കാട്ടിത്തരൂ പറഞ്ഞു. തശ്രുത്വാ ഹനുമാനാഹ കമണ്ഡലു ജലേന മേ ന ശാമ്യത്യധികാ തൃഷ്ണ തതോ ദർശയ മേ ജലം. തഥേത്യാജ്ഞാപയാമാസ വടും മായാവികൽപ്പിതം വടോ ദർശയ വിസ്തീർണം വായുസേനോർജലാശയം. തഥ ഇതി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് മായാവികൽപ്പിതം വടും ആജ്ഞാപയാമാസ, മായ കൊണ്ട് വടു, അതായത് ഒരു വടു വികൽപ്പിക്കപ്പെട്ട ആ വടുവിനോട് ആജ്ഞാപിച്ചു. ആ മുനിയോട് പറഞ്ഞു, ഹേ ബ്രഹ്മചാരിൻ, വടോ ചാൽ ഹേ ബ്രഹ്മചാരിൻ, വായുസൂനോ വായുപുത്രന് വിസ്തീർണം ജലാശയം ദർശയ, വലിയ ജലാശയം കാണിച്ചു തരുമെന്ന്. അപ്പോൾ ആ വിധം ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു, മായാശക്തിയോട് ഉണ്ടാക്കപ്പെട്ട ഒരു വടുവിനോട് കൽപ്പിച്ചു, ഹേ ബ്രഹ്മചാരിൻ, ഹനുമാന് വിസ്താരമുള്ള ജലാശയം കാട്ടിക്കൊടുക്കൂ എന്ന് പറഞ്ഞു. അതായത് കുറേ സന്യാസിമാർ കൂടെ ഉണ്ടല്ലോ, അല്ല കുറേ ഈ എന്താണ് മുനിയായിട്ടുള്ള എന്താ പറയുക, ഇയാൾക്ക് ഈ അസുരന് വേറെ കുറേ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ബ്രഹ്മചാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, മായാശക്തി കൊണ്ട് ഉണ്ടാക്കിയ ശിഷ്യന്മാരാണ് അതൊക്കെ കാലനേമിയുടെ. ഇവർക്കൊക്കെ ഭയങ്കര മാജിക്കൽ പവറുണ്ട്, യോഗം നല്ല മായാശക്തി ഉണ്ട്. അപ്പോൾ അവനവൻ തന്നെ മുനിയായതും മായാശക്തി ഉണ്ട്. പിന്നെ ഈ മായാശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബ്രഹ്മചാരികൾ കൂടെ ഉണ്ട്, കാണിക്കുകയാണ് വലിയ മുനിയാന്നേ. അപ്പോൾ ആ അടുത്തൊരു ബ്രഹ്മചാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ ബ്രഹ്മചാരിൻ, ഹനുമാന് വിസ്താരമുള്ളൊരു ജലാശയം കാട്ടിക്കൊടുക്കൂ പറഞ്ഞു. ആരെ? കാലനേമി. തഥേത്യാജ്ഞാപയാമാസ വടും മായാവികൽപ്പിതം, ഒക്കെ മായ കൊണ്ട് ഉണ്ടാക്കിയ വടുക്കളാണ്, ബ്രഹ്മചാരികളാണ്. വടോ മീൻസ് ഹേ ബ്രഹ്മചാരി, ദർശയ വിസ്തീർണം വായുസോനോർ ജലാശയം, വലിയ ഒരു ജലാശയം കാണിച്ചു കൊടുക്കൂ പറഞ്ഞു. നിമീല്യ ചാക്ഷിണി തോയം പീത്വാഗച്ഛമോ മമാന്തികം ഉപദേക്ഷ്യാമി തേ മന്ത്രം യേന ദ്രക്ഷ്യസി ചൗഷധീഹി. അക്ഷിണീഹി നിമീല്യ, രണ്ടു കണ്ണുകളെയും നിമീലനം ചെയ്തിട്ട് അടച്ചിട്ടേ, രണ്ട് കണ്ണും അടച്ചിട്ട്, തോയം പീത്വ, വെള്ളം ധാരാളം കുടിച്ചിട്ട്, മമ അന്തികമാകച്ച, എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരൂ പറയണ കാലനേമി. ആരോട്? ഹനുമാനോട്. ഈ ബ്രഹ്മചാരി കാണിച്ചു തരും വലിയ ജലാശയം. അവിടെ പോയിട്ട് കണ്ണു അടച്ചിട്ട് വേണ്ടത്ര വെള്ളം കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരൂന്ന്. മമ അന്തികം ആകച്ച തേ മന്ത്രം ഉപദേക്ഷ്യാമി, ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ച് തരാം. ഏന, അതുകൊണ്ട് ഔഷധീഹി ദ്രക്ഷ്യസി, ഔഷധ ചെടികളെ കാണാൻ സാധിക്കും, ഒരു വിഷമമില്ലാണ്ട് തിരഞ്ഞു നടക്കണ്ട. അപ്പോൾ എന്താ പറയണത് കാലനേമി അറിയോ? ഹേ ഹനുമാനെ, വായുപുത്ര, കണ്ണ് രണ്ടും അടച്ച് ജലപാനം ചെയ്ത ശേഷം എൻ്റെ അരികത്തേക്ക് തന്നെ മടങ്ങി വരൂ, ഞാൻ നല്ലൊരു മന്ത്രം ഉപദേശിച്ചു തരാം. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ഔഷധ ചെടികളെ നിനക്ക് ഒരു പ്രയാസം കൂടാതെ കണ്ടുപിടിക്കാൻ പറ്റും. നിമീല്യ ചാക്ഷിണി തോയം പീത്വാഗച്ഛ മമാന്തികം ഉപദേക്ഷ്യാമി തേ മന്ത്രം യേന ദ്രക്ഷ്യസി ചൗഷധീഹി. 21, 22. തഥേതി ദർശിതം ശീഘ്രം വടുനാ സലിലാശയം പ്രവിശ്യ ഹനുമാം തോയമഭിബൻ മീലിതേ ക്ഷണഃ. തതശ്ചാഗത്യ മകരീ മഹാമായ മഹാകവിം അഗ്രസത്തം മഹാവേഗാൻ മാരുതിം ഘോരരൂപിണി. ശരി, അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. തഥാ ഇതി, ശരി എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വടുനാ ദർശിതം സലിലാശയം,
ഒരു ബ്രഹ്മചാരി കാണിച്ചു കൊടുത്ത ആ ജലാശയത്തെ ശീഘ്രം പ്രവിശ്യ, വേഗത്തിൽ അവിടേക്ക് പോയിട്ട് മീലിതേക്ഷണ, അതായത് മീലിതേക്ഷണ ഹനുമാൻ, അതായത് ഈ കാലനേമി പറഞ്ഞ പോലെ കണ്ണടച്ച് ഹനുമാൻ തോയം അപ്പിപ്പത് വെള്ളം കുടിച്ചു. തതഹ ഘോരരൂപിണി മഹാമായ മകരി, അതിനുശേഷം ഭയങ്കര സ്വരൂപിയും മഹാമായാവതിയുമായിട്ടുള്ള ഒരു പെൺമുതല, മകരീച്ചവിടെ ഒരു പെൺമുതലയാണ്, മകരി എന്ന് പറഞ്ഞു, പെൺമുതല. അപ്പോൾ ഭയങ്കര സ്വരൂപിയായിട്ടുള്ളതും നല്ല മായ ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു പെൺമുതല ആഗത്യാത്തം മഹാകവിം മാരുതിം, പിന്നെ ആ മാരുതിയുടെ അടുത്ത് വന്നിട്ട് ആ ഹനുമാനെ മഹാവേഗാൽ അഗ്രസത്, വേഗം ഇങ്ങോട്ട് പിടിച്ചു മുതല. എന്താ പറഞ്ഞാൽ കാലനേമി അങ്ങനെ ചെയ്തോളൂ പറഞ്ഞപ്പോൾ ശരിയാവാന്ന് പറഞ്ഞ ഹനുമാൻ ആ ബ്രഹ്മചാരി കാട്ടിക്കൊടുത്ത ജലാശയത്തിൽ വേഗം പോയി. എന്നിട്ട് കണ്ണടച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു. എന്താ സൂത്രം? അപ്പം മുതല വന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണുകളടച്ച് വെള്ളം കുടിച്ചു. ഉടനെ നല്ല മായാശക്തിയുള്ള ഭയങ്കര രൂപിണിയായിട്ടുള്ള ഒരു പെൺമുതല ഓടിയെത്തിട്ട് ഹനുമാനെ ശക്തിയോട് കൂടിയ പിടിച്ചു. അല്ലേ, അഗ്രസത്തം എന്ന് പറഞ്ഞു, പിടിച്ചുവേ. ഇനി നമുക്ക് നോക്കാം. തഥേതി ദർശിതം ശീഘ്രം വടുനാ സലിലാശയം തതശ്ചാ പ്രവിശ്യ ഹനുമാൻ സ്തോയം അപിബന്മീലിതേക്ഷണ തതശ്ചാഗത്യ മകരി, അതാണ് മുതല, മഹാമായ മഹാകവിം അഗ്രസത്തം, ഈ മഹാവാനരനെ പിടിച്ചു. മഹാവേഗാൻ മാരുതിം ഘോരരൂപിണിയാണ്. 23 വായിക്കാം. തതോ ദദർശ ഹനുമാൻ ഗ്രസന്തിം മകരിം രൂഷാ ധാരയാമാസഹസ്താഭ്യം വദനം സാ മമാരഹ. തതഃ ഹനുമാൻ, അനന്തരം ഹനുമാൻ ഗ്രസന്തിം മകരിം ദദർശ, ആ തന്നെ പിടിച്ച ആ മുതലയെ കണ്ടു. രുഷ, ദേഷ്യം കൊണ്ടേ, ഹസ്താഭ്യം വദനം ധാരയാമാസ, ഉറക്കെ കൈയോണ്ട്, നല്ല ശക്തിയല്ലേ ഹനുമാന്, ദേഷ്യം വന്നു. ഇങ്ങനൊരു കാര്യത്തിൽ ഞാൻ പുറപ്പെടുമ്പോൾ എന്നെ പിടിക്കേ, ദേഷ്യം കൊണ്ട് ഒറ്റ ഇടി കൈയോണ്ട് ആ ദ്വാരയാമാസ ഇടി കൈയോണ്ട് അതിൻ്റെ വായങ്ങട് പിളർന്നു. സമമാര, അപ്പം തന്നെ അത് മരിച്ചു. ഒരു ഞെരുക്കൊല്ലിയാണ്ട് കൊന്നു. അപ്പോൾ കാലിൽ കടിച്ചിരിക്കണ ഈ വലിയ മുതലയെ ഹനുമാന് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് 2 കൈകൊണ്ടും ആ മുതലയുടെ മുഖം ഇങ്ങോട്ട് പിളർന്നു. 2 ഭാഗത്തൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ടേ ഇങ്ങനെ ചീന്തി അത് മരിക്കുകയും ചെയ്തു. ഹനുമാൻ്റെ ആ ഒരു പേടിയില്ലായും ധൈര്യവും ശക്തിയും ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. തതോ ദദർശ ഹനുമാൻ ഗ്രസന്തിം മകരിം രുഷ ധാരയാമാസ ഹസ്താഭ്യം വദനം സാ മമാരഹ, കൊന്നു. മമാരവൻ അതിനെ കൊന്നു, മരിച്ചു. അത് മമാര. തതോന്തരീക്ഷേ ദദൃശേ ദിവ്യരൂപധരാംഗന ധന്യമാലീതി വിഖ്യാത ഹനുമന്തമഥാബ്രവീത്. തതഃ അന്തരീക്ഷേ, അപ്പോൾ ആകാശത്തിലെ ദിവ്യരൂപധരാംഗന, നല്ല ദിവ്യരൂപം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അങ്കന പറഞ്ഞു, സ്ത്രീ ദദൃശയെ കാണപ്പെട്ടു. ധന്യമാലി ഇതി വിഖ്യാത, ധന്യമാലി എന്ന് വളരെ കീർത്തിക്കപ്പെട്ട സാ, അവൾ. അഥ ഹനുമന്തം അബ്രവീത്, ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. ഈ മുതലങ്ങട് ചത്ത ഉടനെ ആകാശത്തിൽ ദിവ്യ സ്ത്രീ ഹനുമാൻ കണ്ടു. ധന്യമാലി എന്ന് വളരെ പ്രസിദ്ധപ്പെട്ടവളായ ആ അപ്സര സ്ത്രീ, അവളുടെ പേര് ധന്യമാലി എന്നാണ്. ആ അപ്സര സ്ത്രീ ശാപമോക്ഷം കിട്ടി. ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. തതോന്തരീക്ഷേ ദദൃശേ ദിവ്യരൂപധരാംഗന ധന്യമാലീതി വിഖ്യാത ഹനുമന്തം അഥാബ്രവീത്. എന്താ പറഞ്ഞേ? ത്വൽപ്രസാദാദഹം ശാപാദ് വിമുക്താസ്മി കവീശ്വര ശപ്താഹം മുനിനാ പൂർവം അപ്സരാഹ കാരണാന്തരേ. പൂർവം കാരണാന്തരേ ശപ്ത അപ്സരാഹ അഹം. പണ്ട് ഒരു മുനിന ഒരു കാരണത്താൽ, എന്താ കാരണം എന്ന് പറഞ്ഞില്ല, കാരണാന്തരെ ഒരു കാരണം കൊണ്ട് ശബ്ദാച്ചാലോ ശപിക്കപ്പെട്ട അപ്സര സ്ത്രീയായ ഞാൻ ഒരു അപ്സര സ്ത്രീയാണ്. ഒരു മുനി ഒരു കാരണത്തിന് എന്നെ ശപിച്ചു. കവീശ്വര ത്വത്പ്രസാദാത്, ഈശ്വര വാനരശ്രേഷ്ഠ,
അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ശാപാത് വിമുക്ത അസ്മി. ഇപ്പം എനിക്ക് ശാപത്തുനിന്ന് മോചനം കിട്ടി. എന്താ പറഞ്ഞ? ഹേ കപിശ്രേഷ്ഠ വായുസൂനോ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അപ്പം ശാപത്തിൽ നിന്ന് മുക്തയായിരിക്കുന്നു. പണ്ട് ഏതോ ഒരു മുനിയാൽ ഞാൻ എന്തോ ഒരു കാരണത്തിന് ശപിക്കപ്പെട്ട ഒരു അപ്സരസ്ത്രീയാണ്. ഇപ്പം എനിക്ക് അങ്ങ് കാരണം ശാപമോക്ഷം കിട്ടി. ത്വൽപ്രസാദാദഹം ശാപാത് വിമുക്താസ്മി കപീശ്വര ശപ്താഹം മുനിനാ പൂർവം അപ്സരാഹ കാരണാന്തരേ. 26ഉം 27ഉം 28ഉം ഒന്നിച്ചാണ്. ആശ്രമേയസ്തുതേ ദൃഷ്ടഃ കാലനേമിർമഹാസുരഃ രാവണപ്രഹിതോ മാർഗേ വിഘ്നം കർത്തും തവാനഘ ഒക്കെ പറഞ്ഞു കൊടുക്കും. മുനിവേഷധരോ നാസൗ വിപ്രവിഹിംസകഃ ജഹി ദുഷ്ടം ഗച്ഛ ശീഘ്രം ദ്രോണാചലമനുത്തമം ഗച്ഛാമ്യഹം ബ്രഹ്മലോകം ത്വൽസ്പർശാദ്ഭൂതകൽമഷ ഇത്യുക്താ സായയൗ സ്വർഗം ഹനുമാൻ അപ്യഥാശ്രമം. ആശ്രമത്തിൽ തേ നിന്നാൽ യഹ ദൃഷ്ട. ഇപ്പം കണ്ടില്ലേ ഒരു മുനി, അങ്ങാൽ കാണപ്പെട്ട ഒരു മുനി ഉണ്ടല്ലോ ആശ്രമത്തിൽ. സ അവൻ കാലനേമി മഹാസുര. കാലനേമി എന്നുള്ള അസുരനാണ്, മുനിയൊന്നുമല്ല. ഇപ്പം ആശ്രമത്തിൽ അങ്ങ് കണ്ടില്ലേ ആ മുനി എന്ന് നടിക്കുന്നത് കാലനേമി പറഞ്ഞ അസുരനാണ്. രാവണപ്രഹിത, രാവണൻ അയക്കപ്പെട്ടവനാണ്. തവ മാർഗേ നിന്റെ മാർഗത്തിൽ വിഘ്നം കർത്തും വിഘ്നം വരുത്താനായിക്കൊണ്ട് മുനിവേഷധര, മുനിവേഷം ധരിച്ചവനാണ് നിനക്ക് വിഘ്നം ഉണ്ടാക്കാൻ. അസൗ ഇവൻ എന്ന മുനിയൊന്നുമല്ല. വിപ്രഹിംസക, ബ്രാഹ്മണരെ ഹിംസിക്കുന്ന രാക്ഷസനാണ്. അനഘ ഹേ പരിശുദ്ധ ദുഷ്ടം ജഹി, ദുഷ്ടനെ പോയി വഹിച്ചാലും അനുത്തമം ദ്രോണാചലം, അത്യുത്കൃഷ്ടമായ ദ്രോണപർവ്വതത്തെ ശീഘ്രം ഗച്ഛ, എന്നിട്ട് വേഗം പൊക്കോളൂ. തൽ സ്പർശാൽ, അങ്ങയുടെ സ്പർശനത്താൽ ധൂതകൽമഷ അഹം, എൻ്റെ പാപം ഒക്കെ നശിച്ചിട്ട് എനിക്ക് മോക്ഷം കിട്ടിയല്ലോ, ശാപമോക്ഷം. ബ്രഹ്മലോകത്തെ ഗച്ഛാമി, ഞാൻ പോകട്ടെ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞ് സാ സ്വർഗം യയൗ, അവൾ സ്വർഗത്തെ പ്രാപിച്ചു. അഥ ഹനുമാൻ അഭി, അനന്തരം ഹനുമാനും ആശ്രമം യയൗ. എന്തിന്? ഈ കാലനേമി ഒരു പാഠം പഠിപ്പിക്കാൻ ആശ്രമത്തിലേക്കും പോയി. എന്താ പറഞ്ഞാൽ ഈ അപ്സരസ്ത്രീ ശാപമോക്ഷം കിട്ടിയപ്പോൾ അപ്സരസ്ത്രീ പറഞ്ഞു, ഈ ധന്യമാലി ഹനുമാനോട് പറഞ്ഞു, നീ ആശ്രമത്തിൽ കണ്ടില്ലേ കാലനമി എന്ന് പേരായിട്ടുള്ളൊരു മഹാസുരനാണ്. ആ മുനിയൊന്നുമല്ല, അവനെ രാവണൻ നിന്റെ ഗതിക്ക് വിഘ്നം വരുത്താൻ അയച്ചതാണ്. അവൻ ഒരു യഥാർത്ഥത്തിൽ മുനിയൊന്നുമല്ല, മുനിവേഷം ധരിച്ചിറക്കുകയാണ്, കപട സന്യാസിയാണ്. ബ്രാഹ്മണരെ കൊല്ലുന്ന ആ ദുഷ്ടനെ ഹിംസിച്ചതിന് ശേഷം കാലതാമസം ഇല്ലാതെ ആ ദ്രോണാചലത്തിലേക്ക് പൊക്കോളൂ. പിന്നെ അങ്ങയുടെ സ്പർശനം ലഭിച്ചതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി. ഞാൻ വളരെ ഭാഗ്യമായി എനിക്കത്. ഞാൻ അതുകൊണ്ട് പോവുകയാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് അവൾ സ്വർഗത്തിലേക്കും ഹനുമാൻ കാലനേമിയുടെ ആശ്രമത്തിലേക്കും പോയി. അതാണ് ഈ 3 ശ്ലോകത്തിൽ. ആശ്രമേയസ്തുതേ ദൃഷ്ട കാലനേമിർ മഹാസുരഃ രാവണപ്രഹിതോ മാർഗേ വിഘ്നം കർത്തും തവാനഘ മുനിവേഷധരോ നാസൗ മുനിർവിപ്രഹിംസകഃ ജഹി ദുഷ്ടം ഗച്ഛ ശീഘ്രം ദ്രോണാചലമനുത്തമം ഗച്ഛാമ്യഹം ബ്രഹ്മലോകം തൽസ്പർശാദ്ഭൂതകൽമഷ ഇത്യുക്ത്വാ സായയൗ സ്വർഗം ഹനുമാനപ്യഥാശ്രമം. 29, 30, 31 കൂടി, അതെ അതും കൂടി ചെയ്തിട്ട് നിർത്താം. ആഗതം തം സമാലോക്യ കാലനേമിരഭാഷത കിം വിളംബേന മഹതാ തവ വാനരസത്തമ ഗൃഹാണമത്തോ മന്ത്രാംസ്ത്വം ദേഹി മേ ഗുരുദക്ഷിണം ഇത്യുക്തോ ഹനുമാൻ മുഷ്ടിം ദൃഢം ബദ്ധ്വാ രാക്ഷസം ഗൃഹാണ ദക്ഷിണാമേതാമിത്യുക്തോ നിജഘാനതം. ആഗതം തം സമാലോക്യ, തിരിച്ചു വരുന്ന ഹനുമാനെ നോക്കിയിട്ട് കാലനേമി അഭാഷത, കാലനേമി പറഞ്ഞു, വാനരസത്തമ, ഹേ വാനരശ്രേഷ്ഠ, മഹതാ വിളംബേന, മഹത്തായ വിളംബം കൊണ്ട്, തവ കിം നിനക്കെന്തു ഫലം, മത്തഹ മന്ത്രാന്തും ഗൃഹാണ, വലിയ ശക്തിയൊന്നും കാര്യമൊന്നുമില്ല, നിനക്ക് എന്നെ മന്ത്രങ്ങൾ നീ പഠിച്ചോളൂ. മേ ഗുരുദക്ഷിണാം ദേഹി, എനിക്ക് ഗുരുദക്ഷിണ തന്നോളൂ. ഇതി ഉക്ത്വ ഹനുമാൻ, ഇപ്രകാരം പറയപ്പെട്ട ഹനുമാൻ എന്താ ചെയ്ത, മുഷ്ടിം ദൃഢം ബദ്ധ്വ, മുഷ്ടി പിന്നെ ചുരുട്ടിയിട്ട്, നല്ലോണം അമർത്തി ചുരുട്ടിയിട്ട് രാക്ഷസനോട് പറഞ്ഞു,
മുഷ്ടി ചുരുട്ടിയിട്ട് ഏതാം ദക്ഷിണാം ഗൃഹാണ, ഈ ദക്ഷിണയെ എടുത്തോട് പറഞ്ഞ് ഇടിച്ചു. ഇതാണ് എൻ്റെ ദക്ഷിണ. ഇതി ഉക്വാത്തം നിജഖാന എന്ന് പറഞ്ഞിട്ട് അവനെ ഇടിച്ചു. നല്ല രസമായില്ലേ? അപ്പോൾ വേഗം വെള്ളം കുടിച്ച് വന്ന ഹനുമാനെ നോക്കിയിട്ട് കാലനേമി എന്താ പറഞ്ഞത്? ഹേ വാനരശ്രേഷ്ഠ, എന്തിനാ കാലതാമസം വരുത്തണേ? വേഗം എൻ്റെ നിന്ന് മന്ത്രങ്ങളൊക്കെ പഠിച്ചോളൂ, എനിക്ക് ഗുരുദക്ഷിണ തരൂ, ഞാൻ വേഗം മന്ത്രം പഠിക്കാം. ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ ഹനുമാൻ ബലമായിട്ടാണ് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് അതാ ഈ ദക്ഷിണതാ വാങ്ങിക്കോളൂ, ഇതാണ് എൻ്റെ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു. ആരെ? കാലനേമി. ഉറക്കെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ആഗതം തം സമാലോക്യ കാലനേമിരഭാഷത കിം വിളംബേന മഹത തവ വാനരസത്തമ ഗൃഹാണമത്തോ മന്ത്രാം സ്ത്വം ദേഹി മേ ഗുരുദക്ഷിണാം ഇത്യുക്തോ ഹനുമാൻ മുഷ്ടിം ദൃഢം ബദ്ധ്വാ രാക്ഷസം ഗൃഹാണ ദക്ഷിണാമേതാം ഇത്യുക്ത്വാ നിജഘാനതം. ഇതാണ് ദക്ഷിണ പറഞ്ഞ് ഇടിച്ചു. ഈ അടുത്ത 2 ശ്ലോകം കൂടി ചൊല്ലി നമുക്ക് ഇന്നത്തെ നിർത്താം. വിസൃജ്യ മുനിവേഷം സാ കാലനേമിർമഹാസുരഃ യുയുധേ വായുപുത്രേണ നാനാമായ വിധാനത മഹാമായികദൂതോസൗ ഹനുമാൻ മായിനാം രിപുഃ ജഘാനമുഷ്ടിനാ ശീർഷ്ണി ഭഗ്നമൂർധാ മമാരസഃ. സ കാലനേമി മഹാസുര, ആ കാലനേമി എന്ന മഹാസുരൻ മുനിവേഷം വിസൃജ്യ, ഇടികൊണ്ടപ്പോൾ മുനിവേഷമൊക്കെ കളഞ്ഞു. അങ്ങനെയാണല്ലോ എപ്പോഴും. വായുപുത്രനുള്ള നാനാമായാവിധാനത, നാനാവിധ മായാപ്രയോഗത്താൽ യുയുധേ, യുദ്ധം ചെയ്തു. വിട്ടുകൊടുത്തൊന്നുമില്ല. മുനിവേഷമൊക്കെ പോയി രാക്ഷസനായി. എന്നിട്ട് യുദ്ധം ചെയ്തു. മഹാമായിക ദൂത, മഹാമായികൻ്റെ ദൂതനും, അതായത് നല്ല മായാവിയായിട്ടുള്ള രാവണൻ്റെ ദൂതനും, മായിനാം രിപുഹു അസൗ ഹനുമാൻ, മായാവികളുടെ ശത്രുവായിട്ടുള്ള ഈ ഹനുമാൻ, മുഷ്ടിന ശീർഷ്ണി ജഘാന, മുഷ്ടി കൊണ്ട് ശിരസിൽ ഉറക്ക ഇടിച്ചു. ഭഗ്നമൂർധ സമമാര, പൊളിഞ്ഞ തലയോടുകൂടി അവൻ മരിച്ചു. അങ്ങനെ കാലനേമിക്ക് ഹനുമാൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഭാഗ്യമുണ്ടായി. അതായത് ഹനുമാൻ്റെ ഈ താടനം ഏറ്റ കാലനേമി മുനിവേഷം ഉപേക്ഷിച്ചു. എന്നിട്ട് പലവിധമായ പ്രയോഗങ്ങൾ കൊണ്ട് ഹനുമാനോട് യുദ്ധം ചെയ്ത് കുറേ നേരം യുദ്ധം ചെയ്തു, പല മായാപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അതായത് ഈ ലോകത്തിനെ തൻ്റെ ഭഗവാൻ്റെ ലീല കൊണ്ട് ഈ ചരാചരാത്മകമായ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന മഹാമായാവിയാണ് ശ്രീരാമചന്ദ്രൻ. ഇവരുടെ മായൊന്നുമല്ല അല്ലേ? ഭഗവാന്റെ മായയ്ക്ക് അതീതനായിട്ടുള്ള മായാവിയാണ്. കാരണം ഭഗവാന്റെ സ്വന്തമാണ് യോഗമായ തന്നെ. ഇവരുടെ ഈ പൊട്ട മാജിക്കൊന്നും അല്ലല്ലോ. അപ്പോൾ മഹാമായാവിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ദൂതനല്ലേ ഈ അല്പമായാവികളായിട്ടുള്ള ഈ അസുരന്മാരുടെ ശത്രുവായിട്ടുള്ള ഹനുമാൻ അല്ലേ? ഈ ലോകത്തിലത്തെ ഏറ്റവും വലിയ മായാവിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദൂതനാണ് ഹനുമാൻ. ഈ അല്പമായാവികളെ എന്തിനു ഭയക്കണം? അല്പമായാവികളായി അസുരന്മാരുടെ ശത്രുവാണ് അല്ലേ? ആ ഹനുമാൻ മുഷ്ടി ചുരുട്ടി ബലമായിട്ട് ഇടിച്ച് കാലനേമിയുടെ ശിരസ് ശിരസിൽ അവൻ തലയോടെ പിളർന്നിട്ട് അപ്പം തന്നെ കാലനേമി മരിക്കുകയും ചെയ്തു. അതുപടെ നമുക്ക് നിർത്താം. വിസൃജ്യ മുനിവേഷം സാ കാലനേമിർമഹാസുര യുയുധേ വായുപുത്രേണ നാനാമായാ വിധാനത മഹാമായിക ദൂതോസു, മഹാമായാവിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര ദൂതൻ ഹനുമാൻ മായിനാം രിപു, ശത്രുവാണ്. ജഘാനമുഷ്ടിന, ഇടിച്ചു മുഷ്ടി കൊണ്ട്. എവിടെ? ശീർഷ്ണി, തലയിൽ. ഭഗ്നമൂർധ മമാര സഹ, തല പിളർന്ന് അവൻ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.